നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. ഇന്നത്തെ പതിവ് എന്താച്ചാല് സ്വിച്ച് വേർഡിനെ കുറിച്ചാണ്. ഒത്തിരി വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒരു ചില പേര്, അതായത് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് അമ്മമാര് ചോദിച്ചതിനാലെയാണ് ഇന്ന് ഈ പതിവ് ഞാൻ പകർന്നു തരുന്നത്. സ്വിച്ച് വേർഡ് മീൻസ് എന്താണ്? അത് ഒരു മന്ത്രവാക്യത്തിനെയാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പോ നോർമലി നമ്മൾ വന്നിട്ട് പല കാര്യങ്ങളും നമുക്ക് വേണമെന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുമല്ലോ. എന്നാല് എത്ര നമ്മൾ പ്രാർത്ഥിച്ച് പറഞ്ഞാലും നമ്മൾ ഒരു സമയത്തിന് ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടത്തിലിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കാതെ മിസ്സായി പോകും. എന്നാൽ സ്വിച്ച് വേർഡ് മീൻസ് നമ്മൾ ഏത് സിറ്റുവേഷനിലിരുന്നാലും, അത് സങ്കടത്തിലിരുന്നാലും, എന്ത് നഷ്ടപ്പെട്ടിട്ടിരുന്നാലും, സന്തോഷത്തിലിരുന്നാലും ശരി, നമുക്ക് വന്നിട്ട് ഒരു വിഷയം നടക്കണം എന്ന് മനസ്സിൽ കരുതി ആവശ്യം പറഞ്ഞ് ഈ സ്വിച്ച് വേർഡ് പറയുകയോ എഴുതുകയോ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് നടക്കാനുള്ള പോസിബിലിറ്റീസ് അധികമാക്കി തരും. ഇതിനെയാണ് നമ്മൾ സ്വിച്ച് വേർഡ്സ്, മന്ത്രവാക്യം, മാജിക് വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ അധികവും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൗട്ടൊക്കെ മാറിയല്ലോ. ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ പതിവില് ഞാൻ നിങ്ങൾക്ക് 2 സ്വിച്ച് വേർഡ് ആണ് പകർന്നു തരുന്നത്. ഇനി വരുന്ന ഓരോരോ പതിവിലും ഞാൻ ഓരോരോ ആവശ്യത്തിനുള്ള സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഒത്തിരി പേരെന്നോട് ചോദിച്ച ഒരു സ്വിച്ച് വേർഡ്. ഇപ്പോൾ നമ്മക്കിட்ட ഇരുന്നിട്ട് ഒരു പൊരുള് മീൻസ് ഒരു സാധനം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കിട്ടാനുള്ള ഒരു സ്വിച്ച് വേർഡ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായി. അതുമല്ല, നമ്മൾ അത് എവിടെയോ മറന്നു വെച്ചു. അതെവിടെ കൊണ്ട് വെച്ചെന്ന് നമുക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാനും എടുക്കാൻ അതിന് പറ്റുന്നില്ല. സോ നിങ്ങളുടെ സാധനം നിങ്ങളിடம் ഇല്ല. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് വന്നിട്ട് പൊരുൾ, നിങ്ങളിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടതിനാണ്. പേഴ്സൺ, അതായത് ഒരാള് നഷ്ടപ്പെട്ടതിന് അല്ല. ഇത് ജീവനുള്ള ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സാധനം, പൊരുള്, അതിനു വേണ്ടി മാത്രമേ ഈ സ്വിച്ച് വേർഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എത്ര നിങ്ങൾ തേടിയിട്ടും, എത്ര നിങ്ങൾ എവിടെയെല്ലാം നോക്കിയിട്ടും കിട്ടാത്ത ഒരു പൊരുള് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഈ സ്വിച്ച് വേർഡ് മനസ്സിൽ നിങ്ങൾ ചാൻഡ് ചെയ്തിട്ടേ ഇരിക്കണം. അതല്ല വെച്ചാല് നിങ്ങൾ വായിൽ ഉറക്കെ പറയാം, പിന്നെ നിങ്ങൾക്ക് എഴുതാം, ഒന്നും വിഷയമില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ സാധനം, ആ വസ്തു, ആ പൊരുള് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ അറിയാതെ എവിടെയോ കൊണ്ടുവച്ചത് അത് നമ്മുടെ മനസ്സിൽ എവിടെ വച്ചെന്ന് ഓർമ്മ വരും. ഇനി നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിനായി യൂസ് ചെയ്യേണ്ട സ്വിച്ച് വേർഡ് എന്തെന്നാല് ക്രിസ്റ്റൽ റീച്ച്. ക്രിസ്റ്റൽ റീച്ച്. ക്രിസ്റ്റൽ റീച്ച്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്വിച്ച് വേർഡ്. ഇത് വന്നിട്ട് ഒരു പവർഫുൾ ആയ, അരുമയായ ഒരു സ്വിച്ച് വേർഡ്. ഇത് വന്നിട്ട് എന്തിനു വേണ്ടിയുള്ളതെന്ന് ചോദിച്ചാല്, നമുക്ക് വന്നിട്ട് 7 ചക്രങ്ങളാണുള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ 7 ചക്രങ്ങളും ഒരു ചില പേർക്ക് ബ്ലോക്കിലിരുന്നാല് ആ ബ്ലോക്കിനെ എടുത്തുവിടാൻ, റിമൂവ് ആക്കാനായിട്ടാണ് ഈ സ്വിച്ച് വേർഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോ ഓരോരുത്തരും 7 ചക്രാസും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിറയെ പ്രാക്ടീസ് നടത്തിയിട്ടേ വരുന്നുണ്ട്. ലൈക്ക് യോഗ, മെഡിറ്റേഷൻ എക്സെട്ര. ഒരു ചില നേരത്തില് ഈ മെഡിറ്റേഷനും യോഗയും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അതായത് ചക്രാസ് വന്നിട്ട് ബ്ലോക്ക് ആക്കും. ശരിയാ? ഇത് ഈ ചക്രാസ് ബ്ലോക്ക് മാറ്റി ഓപ്പൺ ചെയ്യാനായിട്ടാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പറയുന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞോളുക.
അപ്പോൾ പെട്ടെന്ന് ഇത് വർക്കൗട്ട് ആവും. സ്വിച്ച് വേർഡ് നോക്കിക്കോളൂ. ശക്തി ഡിവൈൻ ഫ്ലവർ. ശക്തി ഡിവൈൻ ഫ്ലവർ. ശക്തി ഡിവൈൻ ഫ്ലവർ. ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങളുടെ ചക്രം ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ചക്രത്തിനിരിക്കുന്ന ബ്ലോക്ക് റിമൂവ് ആക്കി തരാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സ്വിച്ച് വേർഡ് വന്ന് നിങ്ങൾ അടിക്കടി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും. നിങ്ങൾക്കിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം മാറും. പിന്നെ നമ്മൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നതിനോടൊപ്പം നമ്മൾ യൂണിവേഴ്സിനോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരണേ എന്ന്. കാരണം ഇത് വന്നിട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടത്, യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. അതും ഈ മന്ത്രവാക്യവും കൂടെ ചൊല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മുറ പോലെ നടന്നു കിട്ടും. ഈ ഒരു സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ பயன்படுത്തി എടുത്താൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊന്ന്, ഇത് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചൊല്ലുന്നതാവും ഏറ്റവും അത്യുത്തമം. കാരണം ആ സമയത്തിന് പ്രപഞ്ചം നമുക്ക് കൈ കൊടുക്കും, യൂണിവേഴ്സ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും. യാതൊരു തരത്തിലുള്ള ശബ്ദമോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഈ സമയത്തിന് ഇത് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. എഴുതുകയും ആവാം, അത് മനസ്സിലും ചൊല്ലാം, ഉറക്കെയും ചൊല്ലാം. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്തോളുക. ഈ ശക്തി ഡിവൈൻ ഫ്ലവർ, ഈ സ്വിച്ച് വേർഡിന് വന്നിട്ട് വേറൊരു മാന്ത്രിക ശക്തി കൂടെ ഉണ്ട്. നമുക്കിരിക്കുന്ന ഒരു ചില അസുഖങ്ങൾ മാറ്റിത്തരാനും ഈ സ്വിച്ച് വേർഡിന് ഒരു കഴിവാണ് ഉള്ളത്. ലൈക്ക് PCOD പ്രോബ്ലം ഉള്ള ഒരു കുട്ടിക്ക് ഞാൻ ഈ സ്വിച്ച് വേർഡ് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നിട്ട് 90 ദിവസം തികയുന്നതിന് മുന്നേ തന്നെ സ്കാനിൽ പോസിറ്റീവ് റിസൾട്ടാണ് കാണിച്ചത്. സോ നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല മനസ്സോടുകൂടി ഇത് ഉരുവിട്ടോളുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് റൂൾസ് റെസ്ട്രിക്ഷൻസ് യാതൊന്നുമേ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിലായാലും ചൊല്ലാം, നോൺ വെജ് കഴിച്ചു എന്നോ അങ്ങനെ യാതൊന്നുമില്ല, പുലവാലായ്മയോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ വേറൊന്ന്, മാക്സിമം നിങ്ങൾ പറ്റുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചൊല്ലിക്കൊള്ളുക. അത് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്കെന്നേ ഒരു ടൈം നിങ്ങൾ ഒരു ദിവസം രാത്രി 12 മണിക്കുള്ളിൽ എപ്പോഴെങ്കിലും തിരഞ്ഞെടുത്ത് അത് ചൊല്ലിക്കൊള്ളുക. ശരിയാ? ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.